മുട്ടയോ മൈദയോ പഞ്ചസാരയോ ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിസ്ക്കറ്റിൻ്റെ റെസിപ്പിയാണ്. ഓവനൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1/4 കപ്പ് റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കാം. മണമില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പ് നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് മുഴുവനായിട്ട് നെയ്യിൽ വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതിലേക്ക് 1/2 കപ്പ് ശർക്കര പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. മധുരത്തിന് ഞാനിവിടെ ശർക്കരയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ശർക്കര വേണ്ടാന്നുണ്ടെങ്കിൽ പഞ്ചസാര ഉപയോഗിച്ചും ഇത് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. സെയിം ക്വാണ്ടിറ്റി തന്നെ ഉപയോഗിച്ചാൽ മതി. ചേർത്ത് കൊടുത്തിരിക്കുന്ന ശർക്കര നന്നായിട്ട് തന്നെ ഒന്ന് അലിഞ്ഞ് യോജിച്ച് വരണം. ആ ഒരു സമയം വരെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ വിസ്ക് ഉപയോഗിച്ചോ അല്ലാന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ചോ അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് കറക്കിയിട്ട് വേണമെങ്കിലും ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. നന്നായിട്ട് യോജിച്ച് വന്നു എന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം അരിപ്പയിലൂടെ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കൂടെ തന്നെ 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാൽപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഇതെല്ലാം കൂടെ നന്നായിട്ട് അരിച്ച് യോജിപ്പിച്ച് കൊടുക്കാം. കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഉടഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ അരിച്ച് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവറിനായിട്ടാണ്. കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് കുഴച്ചെടുക്കാം. ആദ്യം ഇത് എണ്ണയുടെ പറ്റിലാണ് കുഴച്ചെടുക്കുന്നത്. ഇതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് കുറച്ചായി പാല് ചേർത്ത് കൊടുത്ത് കൂട്ടെല്ലാം കൂടെ ഒന്ന് പിടിക്കാൻ പറ്റുന്ന രീതിക്കേക്ക് ആക്കിയെടുക്കുക മാത്രം ചെയ്താൽ മതി. ഒരുപാട് സോഫ്റ്റ് കൂട്ടൊന്നും ആക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾ നോക്കി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പാലിൻ്റെ അളവ് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. ഇതുപോലെ ഒന്ന് പിടിക്കാൻ കിട്ടിയാൽ മാത്രം മതി. ഇനി ഇത് ഇഷ്ടമുള്ള ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ ചെറിയ ഉരുളി എടുത്തിട്ട് നന്നായിട്ടൊന്ന് അമർത്തി ഉരുട്ടിയെടുത്തതിന് ശേഷം കയ്യിൽ വെച്ച് ഞാൻ ഈ ഒരു ഷേപ്പിലേക്ക് ആക്കിയെടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഷേപ്പൊക്കെ ഇഷ്ടാനുസരണം മാറ്റം വരുത്താവുന്നതാണ്. അതിനുശേഷം ഇതുപോലൊരു ഡിസൈനും കൂടെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ഇഷ്ടാനുസരണം ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ദാ ഈ ഒരു രീതിക്ക് ഞാനിവിടെ എല്ലാം തന്നെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഏത് പാത്രത്തിലാണോ വേവിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത് ആ ഒരു പാത്രം നല്ല പോലെ തന്നെ ഒന്ന് നെയ്യ് തടവിയെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി ഇതുപോലെ സ്പ്രെഡ് ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഡസ്റ്റ് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പർ ലൈൻ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇത് ഇതുപോലെ വെച്ച് കൊടുക്കാം. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊന്ന് ചെറുതായിട്ട് വികസിച്ച് വരും. ഇനി ഓവനൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് ഇതുപോലൊരു വലിയ അലുമിനിയം പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും ഒരു സ്റ്റാൻഡും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഉപ്പിടുന്നത് പാത്രം കേടാകാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. ഉപ്പില്ലാതെ നിങ്ങൾക്ക് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു ഓവൻ സെറ്റപ്പ് ആദ്യം ഹൈ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നേരം നല്ലപോലെ പ്രീഹീറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പാത്രം ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ 20 മിനിറ്റ് നേരമാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങൾ ഓവനിലാണ് ഉണ്ടാക്കുന്നതെങ്കിലും 180 ഡിഗ്രിയിൽ 20 മിനിറ്റ് നേരം നന്നായിട്ട് ബേക്ക് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ 20 മിനിറ്റ് നന്നായിട്ട് തന്നെ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ചൂട് നല്ലപോലെ ആറി വന്നതിന് ശേഷം മാത്രം സെർവ് ചെയ്താൽ മതി. ചൂടോട് കൂടി ഇരിക്കുമ്പോൾ ഇത് സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക. ചൂടാറുമ്പോഴാണ് ഇത് ഹാർഡായിട്ട് വരുന്നത്. ഇത് ഒരുപാട് ഹാർഡായിട്ടുള്ള കുക്കീസ് അല്ല. നമ്മൾക്കിത് ഈസി ആയിട്ട് പൊട്ടിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ കുട്ടികൾക്കായാലും ഒരുപാട് ഇഷ്ടമാവുന്ന ഈ ഒരു കുക്കീസ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക്സ് പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.